ഇവിടെ അച്ഛനും ചെറിയമ്മയുമാണ് തന്റെ അമ്മയുടെ മരണത്തിന് പിന്നിലെന്ന് നിക്കി മനസ്സിലാക്കുന്നു. അവനത് എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കുറ്റവാളികളെ ഐഡന്റിഫൈ ചെയ്യാൻ പോയ അച്ഛനും ചെറിയമ്മയും അത് അവരല്ലെന്ന് പറയുന്നു. അത് കണ്ട നിക്കി ഷോക്കാവുന്നു. ആ ക്രിമിനൽസിനെ കൊണ്ട് ഇവരാണ് അത് ചെയ്യിച്ചതെന്ന് അവൻ മനസ്സിലാക്കുന്നു. ഒരു ദിവസം അച്ഛനും ചെറിയമ്മയും ഒരാളെ കൊല്ലുന്നത് കണ്ട നിക്കി താൻ അപകടത്തിലാണെന്ന് അങ്കിളിനെ കോൾ ചെയ്ത് പറയുന്നു. അത് കണ്ട ചെറിയമ്മ അച്ഛനോട് കാര്യം പറയുന്നു. അവർ രക്ഷപ്പെടുന്നതിനായി നിക്കിയെ കൊല്ലാൻ തീരുമാനിക്കുന്നു. അതിനായി കുറെ ഗുളിക പൊടിച്ച് അവന് കൊടുക്കാനുള്ള പാലിലും ബ്രെഡിലും ചേർക്കുന്നു. എന്നിട്ട് അവനെ സ്നേഹത്തോടെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു. എന്നാൽ നിക്കി ഡോർ തുറക്കാതെ റൂമിൽ തന്നെ ഇരിക്കുന്നു. പെട്ടെന്ന് അവിടേക്ക് ആ ക്രിമിനൽസിലെ ഒരാൾ വരുന്നു. അയാൾ ആ ലേഡിയെ കൊല്ലുന്നു. എന്നിട്ട് നിക്കിയുടെ റൂമിന് നേരെ വരുന്നു. നിക്കി പേടിച്ച് കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുന്നു. അയാൾ റൂമിന്റെ ഡോർ പൊളിച്ച് അകത്ത് കയറി നിക്കിയെ പിടിക്കാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് അവിടേക്ക് അവന്റെ അങ്കിൾ വന്ന് ആ ക്രിമിനലിനെ അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നു. എന്നിട്ട് നിക്കിയെ സേഫ് ആയ ഒരു സ്ഥലത്ത് ഒളിപ്പിക്കുന്നു. ഭയങ്കരമായി മുറിവ് പറ്റിയിരുന്ന അങ്കിൾ മരിക്കുന്നു. അവിടേക്ക് വന്ന അച്ഛൻ അവൻ ആരോടും ഒന്നും പറയാതിരുന്നാൽ സേഫായി ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവന് വേണ്ടി ഉണ്ടാക്കിയ ബ്രെഡും പാലും കഴിക്കുന്നു. അയാളും മരിക്കുന്നു. അവസാനം ഒറ്റ ദിവസം കൊണ്ട് അവൻ ഒരു അനാഥനായി മാറുന്നു.